ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. മഴ പെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാ പക്ഷികളും കൂടുകളിലേക്ക് അഭയം പ്രാപിക്കുന്നതായിട്ട് കാണാം. പക്ഷെ പരുന്തുകൾ ഒഴിച്ച്, പരുന്തുകൾ മഴയെ അതിജീവിക്കുന്നത് മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും സാധാരണമാണ്, പക്ഷേ അതിനോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മെ ബാധിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങളുടെ മുകളിലൂടെ പറക്കാൻ സാധിക്കണം. എത്രത്തോളം മുകളിലൂടെ പറക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതായി വരും. വിമാനം പറന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെ ഉയരങ്ങളിൽ പറക്കുമ്പോൾ ഭൂമിയിലുള്ള കാഴ്ചകൾ ചെറുതായി വരും. പതിയെ അത് ഇല്ലാതായി കാണുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെടാം. അതുപോലെയാണ് നമ്മുടെ ജീവിതവും പ്രശ്നങ്ങളും. അതിനെ അതിജീവിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപേ അനുഭവിച്ച അപമാനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ചെറുതായി അവസാനം ഇല്ലാതാകുന്നതായിട്ട് കാണാം. നന്മയുള്ളവർക്ക് മാത്രമേ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കൂ. മനസാക്ഷിയെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും വേണം. പൂർണ്ണമായി ശരിയെന്ന് ഉറപ്പുള്ള വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. എത്രത്തോളം മുറുകെ പിടിച്ചാലും ശരിയല്ലെന്ന് ബോധ്യമായാൽ വിട്ടുകളയുക തന്നെ വേണം. സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കുവാനും ജീവിക്കുവാനും കഴിയുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി നാം ഏറ്റെടുക്കണം. ബുദ്ധിയേക്കാൾ നമ്മുടെ ഹൃദയത്തിന് ചെവിയോർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഉണർവ് നൽകുന്ന അന്നങ്ങൾ നൽകി അതിനെ സജീവമാക്കുന്നതിന് വേണ്ടി പരിശ്രമമുണ്ടാകണം. ജീവിതത്തിന് നമ്മുടെ ജീവിതം തന്നെയാണ് ലക്ഷ്യം. അത് കഴിയുന്നത്ര ധന്യമാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയുടെ അകവും പുറവും ചുറ്റുപാടുമുള്ളവർക്ക് കൂടി പ്രശാന്തമാക്കുന്ന രീതിയിലാക്കി തീർക്കണം. ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന അതിനേക്കാൾ നമ്മൾ എന്ന് പറഞ്ഞ് മുറിഞ്ഞു നിൽക്കുന്നതിനെല്ലാം ഇണക്കി ചേർക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തകളെ പ്രപഞ്ച കേന്ദ്രീകൃതമാക്കി ലോകത്തിൻ്റെ ആകമാനം നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം.